നമുക്ക് ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഗംഗുബായി കത്തിയവാടി എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കാമുകനാൽ ചതിക്കപ്പെട്ട് ബോംബെയിലെ റെഡ് സ്ട്രീറ്റിൽ എത്തിപ്പെട്ട പെൺകുട്ടി. അവിടെ അവൾ പല ചൂഷണങ്ങളും നേരിട്ടു. ഒടുവിൽ അവൾ ആ സാഹചര്യമായി പൊരുത്തപ്പെട്ടു പോകുമ്പോഴാണ് ആ ഒരു റെഡ് സ്ട്രീറ്റിന്റെ തന്നെ നേതാവായി മാറുന്നത്. അതെങ്ങനെയെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് ആണ് കാണിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെയുള്ള മറ്റ് സ്ത്രീകളെല്ലാം ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നീ നന്നായി ഒരുങ്ങിയാൽ മാത്രമേ പുരുഷന്മാർ നിന്നെ ആകർഷിക്കൂ. ഇതുപോൽ തുടക്കമായതുകൊണ്ടാണ് പോകെ പോകെ നിനക്ക് ശീലമായിക്കോളും എന്ന് പറഞ്ഞ് അവളുടെ റൂമിലേക്ക് ഒരു പുരുഷനെ കടത്തിവിടും. എന്നാൽ അവളാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട്. എന്നെ വെറുതെ വിട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ കരയുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ഹെഡ് ആണെങ്കിൽ അവിടേക്ക് ചെന്നിട്ട് അവളെ ഒരുപാട് വഴക്ക് പറയും. അതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ, നമ്മൾ പറഞ്ഞാൽ ഇവൾ കേൾക്കാൻ പോകുന്നില്ല, നമുക്ക് ഗംഗുബായിയെ വിളിക്കാം, ഗംഗുബായി വന്നാൽ ഇവളെ ശരിയാക്കി തരുമെന്നും ആ പെൺകുട്ടി പറയുന്നു. അങ്ങനെ അവർ നേരെ ഗംഗുബായിയെ വിളിക്കുകയാണ്. ഗംഗുബായി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല സ്റ്റൈലിഷ് ലുക്കിൽ അവിടേക്ക് വരികയാണ്. ഈ ഗംഗുബായിയാണ് നമ്മുടെ കഥയിലെ നായിക. ഗംഗുബായിയെ കണ്ടതും നേതാവ് പറയും, ആ പെണ്ണൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് തരണമെന്നും അവർ പറയുന്നു. അങ്ങനെ ഗംഗുബായി നേരെ പോയത് ആ പെൺകുട്ടിയുടെ മുറിയിലേക്കായിരുന്നു. അവൾ കരഞ്ഞു തളർന്ന അവസ്ഥയിലുമായിരുന്നു. ഗംഗുബായി അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരുന്ന അവളുടെ കണ്ണീരാണെങ്കിൽ ഗംഗുബായി തന്റെ തൂവാല ഉപയോഗിച്ച് തുടയ്ക്കുന്നുമുണ്ട്. എന്നിട്ട് ഗംഗുബായി ഒരു കഥ പറയും. അത് മറ്റാരുടെയും കഥയില്ല, ഗംഗുബായിയുടെ തന്നെ കഥയായിരുന്നു. ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് എന്താണ് ഗംഗുബായിക്ക് സംഭവിച്ചത് എന്ന് കാണിക്കുന്നത്. അന്ന് നമ്മുടെ ഗംഗുബായിക്ക് 16 വയസ്സ് മാത്രം പ്രായമുള്ള സമയം. അവളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുവാനായിട്ട് അവളുടെ കൂട്ടുകാരനും വരികയാണ്. കൂട്ടുകാരൻ മാത്രമല്ല, അവളുടെ ബോയ് ഫ്രണ്ട് കൂടിയായിരുന്നു. ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗുബായി പറയും, തനിക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് ആഗ്രഹം, ഇവിടെ നിന്നൊക്കെ പോയിട്ട് ഒരു സിനിമാ നടിയായി മാറണമെന്നുള്ള ആഗ്രഹം ഫ്രണ്ടിനോട് പറഞ്ഞു. എന്നാൽ അത് കേട്ടുകൊണ്ടിരുന്ന ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവളോട് പറയും, എങ്കിലൊരു സ്ഥലമുണ്ട്, ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാം, അവിടെ പോയാൽ നിനക്ക് വലിയൊരു സിനിമാ നടിയാകാമെന്ന് പറഞ്ഞ് അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. വീട്ടിൽ ആരും അറിയാതെയാണ് ഗംഗുബായി നാട് വിട്ടതും. അവർ നേരെ എത്തിയത് ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലേക്കായിരുന്നു. അവിടെ ഒരു വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട്, ഞാൻ ഇപ്പോൾ വരാം, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യുവാനായും പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ടും ബോയ് ഫ്രണ്ടിനെ കാണുന്നില്ല. എന്നാൽ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഗംഗുബായിക്ക് മനസ്സിലായിരുന്നു. ഇവിടെ നിന്നാൽ ശരിയാകില്ല, എങ്ങനെയും രക്ഷപ്പെടണമെന്ന് മനസ്സിലാക്കിയ ഗംഗുബായി ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായി നോക്കിയപ്പോൾ ഒരു സ്ത്രീ വന്ന് അവളെ റൂമിൽ പൂട്ടിയിട്ടു. അവൻ എവിടെ പോയി എന്ന് അവൾ തിരക്കുന്ന സമയത്ത്, നിന്നെ കാശിന് വിറ്റിട്ട് അവൻ പോയത്, എനിക്ക് ആ കാശ് മുതലാക്കണം, അതുകൊണ്ട് നീ ഇവിടെ നിന്നാലേ പറ്റുമെന്ന് അവളോട് പറഞ്ഞു. അവൾ ഒരുപാട് കരഞ്ഞു. എന്നിട്ടും ആരും വാതിൽ തുറന്നതേയില്ല. അങ്ങനെ അവളും അവിടെ പെട്ടുപോയി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൾ അത് അഡ്ജസ്റ്റ് ചെയ്യുവാനായും തുടങ്ങി. മറ്റുള്ള സ്ത്രീകൾ ചെയ്യുന്നത് പോലെയൊക്കെ ഒരുങ്ങി റെഡിയായി വീടിന് പുറത്തു വന്ന് നിൽക്കും. മറ്റുള്ള പുരുഷന്മാരെയൊക്കെ ആകർഷിക്കുവാനായി ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് ഗംഗുബായിക്ക് ഒരു കസ്റ്റമർ വരികയാണ്. അയാളെയും കൂട്ടി അവൾ റൂമിലേക്ക് പോയി. കാര്യമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അയാൾ ഒരുപാട് കാശ് ആ ഒരു ഹെഡായിട്ടുള്ള സ്ത്രീയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവരാണെങ്കിൽ അതിൽ നിന്നും ഒരു നോട്ടെടുത്ത് ഗംഗുബായിക്ക് നൽകി. എന്നാൽ ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് ഗംഗുബായി ആ നോട്ട് കത്തിച്ചു കളയുകയാണ് ചെയ്തത്. നീ എന്തായി കാണിക്കുന്നതെന്ന് ആ ഹെഡ് തള്ള ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഗംഗുബായി കയറിപ്പോവുകയാണ് ചെയ്തത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഗംഗുബായി ആ ഒരു അറ്റ്മോസ്ഫിയറുമായി പൊരുത്തപ്പെട്ടു പോകുവാനായും തുടങ്ങി. അവൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെയും കിട്ടി. വരുന്നവരെല്ലാം ഗംഗുബായി മതിയെന്ന് പറഞ്ഞു. ഗംഗുബായിയുടെ ഡിമാൻഡും കൂടി വരികയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗംഗുബായും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് സിനിമ കാണുവാനായും പോയി. അവർക്ക് ഓഫുള്ള ദിവസമാണ്. അവിടെ വെച്ച് ഒരു റൗഡിയാണെങ്കിൽ അവരോട് പ്രശ്നത്തിനായും വരുന്നു. എല്ലാവരുടെയും മുന്നിലിട്ട് അവൾ ആ റൗഡിയെ തല്ലി. അവനാണെങ്കിൽ ആകെ ദേഷ്യവും നാണക്കേടുമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവർക്കൊരു കസ്റ്റമർ വരികയാണ്. അയാൾ ഗംഗുബായിയെ തന്നെ വേണമെന്നും പറഞ്ഞു. അങ്ങനെ റൂമിലേക്കും പോയി കതക് കുറ്റിയിട്ടു. കതക് കുറ്റിയിട്ടതിന് ശേഷം അയാളുടെ സ്വഭാവം ആകെ മാറി. അവളെ അതിനകത്തിട്ട് ഒരുപാട് ഉപദ്രവിക്കുവാനായും തുടങ്ങി. അത് മറ്റാരുമല്ല, ഗംഗുബായി തല്ലിയില്ലേ ആ ഒരു റൗഡിയുടെ കൂട്ടാളി തന്നെയായിരുന്നു അത്. ഗംഗുബായിയുടെ കരച്ചിൽ കേട്ട് പുറത്തുള്ള എല്ലാവരും ഡോറിനടുത്തേക്ക് വന്നു. എന്നാൽ ഡോർ കുറ്റിയിട്ടിരിക്കുന്നതിനാൽ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗംഗുബായിയാണ്. അവളുടെ ശരീരമാസകലം മുറിവുകളും ചതവുകളും ഒക്കെയാണ്. അവൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അത് കാണുന്ന ഹെഡാണെങ്കിൽ അവളോട് വന്ന് പറയുന്നുണ്ട്, എന്നോട് നീ ക്ഷമിക്കേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറയും. അവളുടെ മറ്റുള്ള കൂട്ടുകാരികൾ വന്നിട്ട്, നിന്നെ ഇതിൽ നിന്നും രക്ഷിക്കാൻ റഹീം ഭായിക്ക് മാത്രമേ പറ്റൂ, റഹീം ഭായിയെ നീ പോയി കാണണമെന്നും ഗംഗുബായിയോട് പറയുന്നു.
ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ ഗംഗുബായ് നേരെ പോയത് റഹീം ബായിയെ കാണാനായിട്ടായിരുന്നു. റഹീം ബായി ആണെങ്കിൽ ചാരായമൊക്കെ വിൽക്കുന്ന ഒരാളാണ്. അയാളോട് കാര്യം പറഞ്ഞ സമയത്ത് എനിക്കിതിലൊന്നും ഇടപെടാൻ വയ്യ എന്നായിരുന്നു അയാൾ പറഞ്ഞതും. അയാൾക്ക് ഈ ഒരു കേസിൽ ഇടപെടാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഗംഗുബായി ആണെങ്കിൽ തന്റെ ദേഹത്ത് കിടന്ന ഷോൾ എടുത്ത് മാറ്റി. അവളുടെ ദേഹമാസകലം മുറിവുകളും വെട്ടുകൊണ്ട പാട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടതും റഹീം ബായിയുടെ മനസ്സലിഞ്ഞു. ഇനി നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകില്ല. നിന്റെ അടുത്തേക്ക് ഇനി അവൻ വരുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി. ഈ ഒരു പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തി തരാമെന്നും പറഞ്ഞു. അങ്ങനെ സമാധാനത്തോടെ ഗംഗുബായി തിരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞതും വീണ്ടും ആ ഗുണ്ട അവിടേക്ക് വരികയാണ്. അതും ഗംഗുബായിയെ തന്നെ വേണമെന്ന് പറഞ്ഞാണ് വരുന്നതും. അത് കാണുന്ന കൂട്ടുകാരികൾ നീ പോണ്ട, ഒന്ന് മാറി നിൽക്ക്, മറ്റാരെങ്കിലും പറഞ്ഞു വിടാമെന്ന് പറയുമ്പോഴും വേണ്ട ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ അവളാണ് പോകുന്നതും. അയാൾ റൂമിൽ കയറി കതകടച്ച് വീണ്ടും പഴയതുപോലെ തന്നെ അവളെ ഉപദ്രവിക്കുവാനായും തുടങ്ങി. അപ്പോൾ അവരുടെ നേതാവാണെങ്കിൽ ഒരാളെ പറഞ്ഞ് റഹീം ബായിയെ വിളിക്കുവാനായും പറഞ്ഞു വിട്ടു. അതേസമയം കുറച്ചു കഴിഞ്ഞതും റഹീം ബായി അവിടേക്ക് വരികയാണ്. റഹീം ബായി വന്ന് റൂം ചവിട്ടി തുറന്ന് അവനെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിലിട്ട് തല്ലുകയും അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇനി ഈ ഒരു പരിസരത്ത് നിന്നെ കണ്ടുപോകരുത് എന്ന് തന്നെ വിരട്ടുകയാണ്. റഹീം ബായി പോയി കഴിഞ്ഞതും നമ്മുടെ ഗംഗുബായ് പുറത്തേക്ക് വരികയാണ്. അടികൊണ്ട് അവശനായി കിടന്ന അവന്റെ ദേഹത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് അവൾ അകത്തേക്കും കയറിപ്പോകുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ ഹെഡായ സ്ത്രീയാണെങ്കിൽ അസുഖം ബാധിച്ച് കിടപ്പിലായി. എന്റെ കാലശേഷം ഇനി എന്റെ സ്ഥാനം ഇവൾ ഭരിക്കുമെന്ന് പറഞ്ഞ് ഗംഗുബായിയെ ചൂണ്ടിക്കാണിച്ചു. പറയേണ്ട താമസം അടുത്ത ദിവസം തന്നെ അവർ തട്ടിപ്പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗംഗുബായിയും കൂട്ടുകാരും എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനി ആരാകും ഈ സ്ഥാനത്തേക്ക് വരിക എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അതേസമയം അവിടേക്കൊരു പോലീസുകാരൻ വരുന്നു. പോലീസുകാരൻ അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനും ഗംഗുബായിയാണ് മറുപടി പറയുന്നതും. അവൾ പതിയെ പതിയെ അവരുടെയൊക്കെ തലവിയായി മാറിക്കൊണ്ടേയിരുന്നു. അവിടെ താമസിക്കുന്ന മറ്റുള്ള പെൺകുട്ടികൾക്കും ഗംഗുബായിക്കൊപ്പം ജോലി ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം എന്തെന്നാൽ അവരുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഗംഗുബായി തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുകയാണല്ലോ ഗംഗുബായി. ഗംഗുബായി അവളുടെ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം 2 ചോക്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി. ആദ്യത്തെ ചോക്ലേറ്റ് എടുത്താൽ നിനക്ക് ഇവിടെ ജോലി ചെയ്ത് ഒരുപാട് കാശ് സമ്പാദിക്കാം. 2ാമത്തെ ചോക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്നും വീട്ടിൽ പോകാമെന്നും പറയുന്നു. അത് കേട്ടതും ആ പെൺകുട്ടിയാണെങ്കിൽ 2ാമത്തെ ചോക്ലേറ്റ് ആണ് സെലക്ട് ചെയ്തത്. എനിക്ക് ഈ ജോലി വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം എന്ന് തന്നെ പറയുന്നു. പുറത്തേക്ക് വന്ന ഗംഗുബായി ആണെങ്കിൽ ആ ഒരു ഹെഡ് ലേഡിയോട് പറയുന്നുണ്ട്, ഇവൾ ശരിയാകില്ല, ഇവൾ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇവൾക്ക് വേണ്ടിയിട്ട് എത്ര കാശാണോ മുടക്കിയത് ആ കാശ് ഞാൻ തരാം, നിങ്ങൾ ഇവളെ എനിക്ക് വിട്ടുതരണമെന്നും പറയുന്നു. അങ്ങനെ കാശും കൊടുത്ത് ആ ഒരു പെൺകുട്ടിയെ ഗംഗുബായി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഗംഗുബായിയുടെ മാനേജർ പറയുന്നുണ്ട്, ഇതുപോലുള്ള സെന്റിമെന്റ്സിലൊക്കെ പൈസ ചിലവാക്കാൻ നിന്നാൽ നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം അങ്ങനെ പോകത്തേയുള്ളൂ. പക്ഷെ അതൊന്നും ഗംഗുബായി ശ്രദ്ധിക്കുന്നതേയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗംഗുബായിയുടെ തുണി തയ്ക്കുവാനായിട്ട് ഒരു ടൈലർ വരികയാണ്. അയാൾ അളവെടുക്കുന്നുമുണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കുമിടയിൽ ഒരു റൊമാൻസ് ഒക്കെ വർക്കൗട്ട് ആകുന്നു. ഗംഗുബായിക്ക് അവനെ ഇഷ്ടമാകുന്നുമുണ്ട്, അവനും ഗംഗുബായിയെ ഇഷ്ടമാകുന്നുമുണ്ട്. എന്നാൽ താൻ ഗംഗുബായി അല്ലേ, ഒരു തലവിയല്ലേ, ആ ഒരു ഹെഡ് വെയിറ്റ് കളയാതെ തന്നെ തന്റെ റൊമാൻസ് മുറുകെ പിടിച്ച് തന്നെ നിൽക്കുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഗംഗുബായിയെ കാണുവാനായിട്ട് ആ ഒരു ടൈലർ പയ്യൻ വരുന്നുണ്ട്. അവർക്ക് 2 പേർക്കുമിടയിൽ റൊമാൻസ് ഒക്കെ ഉണ്ടാകുന്നു. 2 പേരും പ്രണയത്തിലാകുന്നുമുണ്ട്. റൊമാൻറ്റിക് സീനൊക്കെ അതിൽ കാണിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ അവരുടെ ആ നാട്ടിലാണെങ്കിൽ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷന് നിൽക്കുവാനായിട്ട് ഗംഗുബായി തീരുമാനിക്കുന്നു. ഗംഗുബായിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് കുറച്ച് ഫേമസ് ആയ റസിയായിരുന്നു. റസിയ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ്. അതറിയുന്ന ആ ഒരു ടൈലർ പയ്യനാണെങ്കിൽ ഗംഗുബായിയോട് ചോദിക്കുന്നുണ്ട്, നീ ആർക്കെതിരെയാണ് മത്സരിക്കുന്നതെന്ന് അറിയാമോ? റസിയക്കെതിരെയാ. അതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴും ഗംഗുബായി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് അവൾ നേരെ പോയത് റഹീം ബായിയെ കാണുവാനായിട്ടായിരുന്നു. റഹീം ബായിയുടെ അടുത്ത് ചെന്നിട്ട്, എനിക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ പാർട്ട്ണർ ആകാനാണ് ആഗ്രഹം. അത് കേട്ട റഹീം ബായിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒടുവിൽ ഗംഗുബായിയുടെ നിർബന്ധത്തിന് വഴങ്ങി റഹീം ബായി അതിന് തയ്യാറാകുന്നു. ഗംഗുബായി പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ എന്തായാലും ഒരുപാട് പേര് വരും, അവർക്കൊക്കെ എന്തായാലും മദ്യവും വേണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ മദ്യം വാങ്ങാം, അപ്പോൾ എനിക്ക് നിങ്ങൾ കമ്മീഷൻ തന്നാൽ മതിയെന്നും ഗംഗുബായി പറയുന്നു. റഹീം ബായും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗംഗുബായിയെ കാണുവാനായിട്ട് റസിയയുടെ ആൾക്കാർ വരികയാണ്. ഇലക്ഷന് മത്സരിക്കരുത് എന്നൊക്കെ അവളെ വിരട്ടും. പക്ഷെ അവളാണെങ്കിൽ കുലുങ്ങുന്നു. ഇല്ല, ഒരു മൈൻഡും കൊടുക്കുന്നില്ല. അതിലൊന്നും ഒരു പണിയും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ റസിയാണെങ്കിൽ അവിടേക്ക് പോലീസിനെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ പോലീസിന് മുൻപിൽ പാറക്കല്ല് പോലെയാണ് ഗംഗുബായി ഇരിക്കുന്നതും.
ഒന്നിനും ഗംഗുബായിയെ തോൽപ്പിക്കാൻ പറ്റില്ല, അവളെ വലവീശി പിടിക്കാൻ പോലും നമുക്ക് ആർക്കും പറ്റില്ല എന്ന് മനസ്സിലാക്കിയ റസിയ തന്നെ നേരിട്ട് അവളുടെ മുന്നിലേക്ക് വരികയാണ്. ഗംഗുബായിയെ കാണുവാനായിട്ട് റസിയ എത്തുകയാണ്. അതേസമയം ഗംഗുബായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റസിയ വന്ന് ഗംഗുബായിയുടെ കാൽച്ചുവട്ടിലായിരിക്കും. എന്നിട്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിൽ മദ്യം എടുത്തൊഴിക്കുന്നു. ഗംഗുബായിയോട് പറയുന്നുണ്ട്, നീ ഇലക്ഷൻ മത്സരിക്കരുത്, ഇതിൽ നിന്ന് പിന്മാറണമെന്ന് വിരട്ടും. പക്ഷെ അതൊന്നും കേട്ടിട്ട് ഗംഗുബായി അനങ്ങുന്നതേയില്ല. അങ്ങനെ റസിയ തിരികെ പോവുകയും ചെയ്യുന്നു. ദേഷ്യം കൂടിയ റസിയാണെങ്കിൽ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു നാടകം സംഘടിപ്പിക്കുകയാണ്. അതറിഞ്ഞ ഗംഗുബായി ആണെങ്കിൽ ഒരു സിനിമാ ഷോ തന്നെ സംഘടിപ്പിച്ചു. ഗംഗുബായിയുടെ സിനിമാ ഷോ കാണുവാനായിട്ടാണ് ഒരുപാട് ആളുകളും വന്നു കൂടിയത്. അത് റസിയയ്ക്ക് ഒരുപാട് ദേഷ്യമാണ് ഉണ്ടാക്കിയതും. അതേസമയം തന്നെ റസിയെ കാണുവാനായിട്ട് ഗംഗുബായി എത്തുകയാണ്. എന്താ റസിയ, നിന്റെ നാടകം കാണുവാനായിട്ട് ആരുമില്ലേ എന്നൊക്കെ ചോദിച്ച് അപമാനിച്ചിട്ടാണ് ഗംഗുബായി അവിടെ നിന്ന് പോകുന്നത്. റസിയയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗംഗുബായി ആണെങ്കിൽ ആ ടൈലർ പയ്യന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കല്യാണം ആലോചിച്ചാണ് വന്നത്. അത് കേട്ടത് ഗംഗുബായിയാണ് പെണ്ണെന്ന് വീട്ടിലുള്ളവരെല്ലാരും കരുതി. അപ്പോൾ അവൾ പറയും, ഞാനല്ല പെണ്ണ്, എന്റെ കൂടെയുള്ള മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിവാഹം ആലോചിച്ച് വന്നതെന്ന് പറയും. ആ പെൺകുട്ടി മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ ഗംഗുബായി രക്ഷിച്ചു കൊണ്ടുവന്നല്ലോ, ആ പെൺകുട്ടി തന്നെയാണ് ആള്. ആ ടൈലർ പയ്യന്റെ വീട്ടുകാരെല്ലാം ആ ഒരു വിവാഹത്തിനെ എതിർക്കും. ഗംഗുബായി പറയുന്നുണ്ട്, ഇവൾ ഞങ്ങളെ പോലെയൊന്നുമല്ല, ഇവൾ പാവമാണ്, ഇവൾക്കൊരു ജീവിതം കൊടുക്കണമെന്നും അവനോട് പറയുന്നു. ഒടുവിൽ അവളുടെ സംസാരമെല്ലാം കേട്ട് ടൈലർ പയ്യന്റെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുന്നു. ഗംഗുബായിയുടെ കാറിൽ വന്ന് കയറി ആ പയ്യനാണെങ്കിൽ, നീ എന്തുദ്ദേശിച്ചായി ഇറങ്ങിയിരിക്കുന്നത്? നീ എന്തിനാ എന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുന്നത്? നമ്മൾ തമ്മിലല്ലേ ഇഷ്ടം, എനിക്ക് നിന്നെയാണ് ഇഷ്ടം, നിന്നെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്നും ആ ഒരു ടൈലർ പയ്യൻ പറയും. അത് കേട്ട ഗംഗുബായി പറയും, ഞാൻ എന്റെ കൂടെയുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വിവാഹം ആലോചിച്ചപ്പോൾ തന്നെ നിന്റെ വീട്ടുകാർക്ക് ഇത്രയും എതിർപ്പ്. അപ്പോൾ നീ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നടക്കുന്നത്? നിനക്കെന്തായാലും നല്ലൊരു ജീവിതമുണ്ട്, നീ അവളെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കണമെന്നും ഗംഗുബായി പറയുന്നു. അങ്ങനെ അവൻ കാറിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ് ഗംഗുബായി അത് ചെയ്തതും. ആ റെഡ് സ്ട്രീറ്റിലെ കുട്ടികളെല്ലാം ഒരു സ്കൂളിൽ പഠിക്കുവാനായി പോകുന്നുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പാൾ ഗംഗുബായിയെ വിളിച്ചിട്ട്, ഇവിടെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനായി പറ്റില്ല, എത്രയും വേഗം വന്ന് അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗുബായി നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. ആ സ്കൂളിൽ ആ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പ്രിൻസിപ്പാൾ ഉറച്ചു തന്നെ നിൽക്കുന്നു. എന്നാൽ ഗംഗുബായി ആണെങ്കിൽ തനിക്ക് പറയാനുള്ളതെല്ലാം പറയും. അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവിടെ നിൽക്കുന്ന ഒരു റിപ്പോർട്ടറിന് മനസ്സിലായി. റിപ്പോർട്ടറാണെങ്കിൽ ഗംഗുബായി പറയുന്നതിലൊക്കെ സത്യമുണ്ടല്ലോ എന്ന് കരുതി പോകുവാനിറങ്ങിയ ഗംഗുബായിയെ കാണുവാനായും വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് സഹായിക്കാം, നിന്നെ ഇലക്ഷന് ജയിക്കുവാനായും എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. അതിനു മുൻപായിട്ട് ഇവിടെ ഒരു പ്രസംഗം നടക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് നീ പോകണം, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിത്തരാം, അതെല്ലാം നീ അവിടെ അവതരിപ്പിക്കണമെന്നും ആ ഒരു റിപ്പോർട്ടർ പറഞ്ഞു. എന്നിട്ട് റിപ്പോർട്ടർ കുറെ കാര്യങ്ങൾ അവൾക്ക് പേപ്പറിൽ എഴുതി കൊടുത്തു. ആ ഒരു പ്രസംഗം നടക്കുന്ന ദിവസം എത്തി. ഗംഗുബായി അവിടേക്ക് ചെന്നു. അവിടെ ചെന്ന് ധൈര്യത്തോട് തന്നെ കോൺഫിഡന്റ് ആയിട്ട് അവൾ പ്രസംഗിക്കും. അവൾക്ക് പറയാനുള്ളതും പിന്നെ ആ റിപ്പോർട്ടർ എഴുതി കൊടുത്ത കാര്യങ്ങളെല്ലാം അവൾ പ്രസംഗിക്കും. താൻ ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നും നല്ല കോൺഫിഡന്റ് ആയി തന്നെ സംസാരിക്കും. അത് കേട്ട് ഒരുപാട് പേർ കൈയടിക്കുന്നുമുണ്ട്. പ്രസംഗം കഴിഞ്ഞിറങ്ങിയ ഗംഗുബായിയുടെ അടുത്തേക്ക് ഒരു പാർട്ടിക്കാർ വരികയാണ്. നീ നമ്മുടെ പാർട്ടിയിൽ നിൽക്കണമെന്ന് പറയുന്ന സമയത്ത് ഗംഗുബായി ചോദിക്കും, ഞാൻ നിൽക്കാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, എനിക്ക് മിനിസ്റ്ററിനെ കാണണം, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കാം എന്നും പറയുന്നു. അങ്ങനെ ഗംഗുബായിയുടെ ആവശ്യം അവർ അംഗീകരിക്കുകയാണ്. അവൾ പ്രൈം മിനിസ്റ്ററിനെ കാണുവാനായും പോയി. അവൾ സംസാരിച്ചത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുവാനായി പോകുന്നുണ്ട്. എന്നാൽ ആ കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുന്ന അതേ പരിഗണനയൊന്നും കിട്ടുന്നില്ല. ആ കുട്ടികൾ ഞങ്ങൾക്കിടയിൽ ജനിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ആരും ഈ തൊഴിലേക്ക് വന്നത് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞുകൊണ്ടല്ല, ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു തൊഴിലേക്ക് വന്നത്. പല കാരണവും സാഹചര്യവും കൊണ്ടാണ് ഓരോരുത്തർ ഇവിടെ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വളരുന്ന കുട്ടികളുടെ ഭാവി തകർക്കരുതെന്നും ഗംഗുബായി പ്രൈം മിനിസ്റ്ററിനോട് പറഞ്ഞു. അതെല്ലാം കേട്ടുകൊണ്ട് പുഞ്ചിരിച്ച പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന റോസാപ്പൂ എടുത്ത് അവളുടെ സാരിയിൽ ചൂടി. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഉറപ്പായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യവും ഒത്തുതീർപ്പാക്കിയതിനു ശേഷം ഗംഗുബായി ആണെങ്കിൽ തന്റെ നാട്ടിലേക്ക് വരികയാണ്. അവിടെ അവളെ സ്വീകരിക്കാൻ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഗംഗുബായി ഇത്രയും സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഗംഗുബായിക്ക് വേണ്ടിയിട്ട് നാട്ടുകാരും നിൽക്കുകയാണ്.
ഗംഗുബായി എല്ലാവരുടെയും മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് റസിയയും അവളെ നോക്കി പുഞ്ചിരിച്ച് കൈ കാണിക്കുന്നുമുണ്ട്. ഗംഗുബായി ചെയ്ത നല്ല പ്രവൃത്തികളെല്ലാം മനസ്സിലാക്കിയ റസിയയ്ക്ക് അവളോടുള്ള ദേഷ്യമെല്ലാം മാറിയിരിക്കുന്നു. ഒന്നുകിൽ ചിലപ്പോൾ റസിയ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കാം ഗംഗുബായി ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്നേഹമായിരിക്കാം റസിയയ്ക്കും. അങ്ങനെ അവളെ മാറി നിന്ന് നോക്കുകയായിരുന്നു ആ ഒരു റിപ്പോർട്ടർ കാരണമാണല്ലോ ഗംഗുബായി ഇപ്പോൾ ഈ ലെവലിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗുബായി ആ റിപ്പോർട്ടറിനെ വിളിച്ചിട്ട് റിപ്പോർട്ടറിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.